വേലുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ ഫ്രൈ അല്ലേ? പൈനാപ്പിൾ പൊരിച്ചത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൈനാപ്പിൾ ഫ്രൈ എന്ന് പറയും. അപ്പോൾ നമ്മളും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളൊക്കെ മേടിച്ചെല്ലാം റെഡിയല്ല, എല്ലാ ഐറ്റംസും റെഡിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ നീളത്തിലാണോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ്, അതുപോലെ പൈനാപ്പിൾ ഉപ്പിലിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൈനാപ്പിൾ ഉപ്പും മുളകും അതുപോലെ തന്നെ ചെറിയ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൈനാപ്പിൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാശ്മീരി ആദ്യം തന്നെ ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു വെറൈറ്റി ഒരു സ്നാക്സ് ആണ് കേട്ടോ. നമുക്കത് കഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇപ്പം മുളക് പൊടി, പിന്നെ മുളക് പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ കൂട്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് ഇതുപോലെ തന്നെ കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ടേസ്റ്റ് നോക്കാം നല്ലതാണെന്നുള്ളത്. ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ഫ്രൈയിങ് പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പൈനാപ്പിൾ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെയാണ് കേട്ടോ പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ഒരു സൈഡ് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് കേട്ടോ. മറിച്ചിടാം കേട്ടോ. ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഓരോന്നും മറിച്ചിടാം. ഇത് ഇങ്ങനെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഉപ്പും പഞ്ചസാരയും പൊടികളുടെ കൂട്ടായിട്ട് ഇങ്ങനെ തന്നെയാണ് നല്ല ടേസ്റ്റ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല മഴയത്തൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. നല്ല കട്ടൻ ചായയിലൂടെ ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഇത് റെഡി ആവട്ടെ. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ഫൈനൽ റിസൾട്ട് പറയാം. കടിക്കടിക്ക് വേനുണ്ട്. നല്ല ടേസ്റ്റ് ആണല്ലോ ഇത് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇപ്പൊ പകുതി നമ്മൾ തിന്ന് തീർത്തു. ഇതാ കുറച്ച് ഇവിടെ ഉണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഏകദേശം നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പാത്രത്തിലൂടെ സെർവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ചെയ്ത് അവിടെ സെറ്റായിട്ട് പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടൊന്നും ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടോ, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അതാ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. അപ്പം കഴിച്ച് നോക്കിയിട്ട് ഫൈനൽ റിസൾട്ട് പറയാം കേട്ടോ. നമ്മളിപ്പോൾ പൈനാപ്പിൾ എല്ലാം മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ജസ്റ്റ് എണ്ണയിൽ വറുത്തെടുത്തിരിക്കുന്നതാണ്. അപ്പം എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് റിസൾട്ട് എങ്ങനെ പറയും.
കൊടുക്കാം. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. സംഭവം കേട്ടോ, ആ എണ്ണ ഫ്രൈ ചെയ്ത് വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു മുളക് പൊടിയുടെ ഉപ്പിൻ്റെയും മുളകിൻ്റെ ഒക്കെ ആ ഒരു കൂട്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നിക്കോട്ടെ. എന്തായാലും മഴയത്ത് ഈ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൈസാ. അപ്പോൾ എണ്ണ ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറ്റേ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് തുടച്ചെടുക്കണേ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരെ ഫ്രൈങ് പാനിൽ നിന്ന് പാത്രത്തിലോട്ട് ആക്കിയൊക്കെ ഉണ്ടോ നമുക്കാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും സംഭവം നൈസ്. അപ്പോൾ ഇനി അടുത്തായിട്ട് അശ്വതി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. കഴിച്ചോളൂ. ചോറുണ്ടല്ലേ, കുറച്ചെടുത്ത് കഴിക്കും. ഉണ്ട്, അടിപൊളിയല്ലേ? സംഭവം ഒരു വെറൈറ്റി ആണ് കേട്ടോ. നല്ല പൈനാപ്പിളില് ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. വീടുകളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈയുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ അത് ട്രൈ ചെയ്ത് നോക്കാത്തവർ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതായിരിക്കും. ബൈ.